ഇന്ന് ഞാൻ കുറേ നാളിന് ശേഷം ഒരു മന്തി ഉണ്ടാക്കി. കുറേ ആയി, ഏകദേശം നോമ്പിനും എത്രയോ മുമ്പായിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ പുറമെ പോയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. വരല് ഞാനായിട്ട് ഉണ്ടാക്കിയത് ഇപ്പോൾ ഇന്നാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ അയച്ചത്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യുന്നൊക്കെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞാനെങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനിലേക്ക് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തിയതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കുക. നമ്മളെ ചിക്കൻ സോഫ്റ്റ് ആവേണ്ടതല്ലാതെ. പിന്നെ 2 ചിക്കൻ ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടാണ് ഇടാറ്. പക്ഷേ എൻ്റെ ചോപ്പർ നേരെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നുള്ളത്. പിന്നെ പുതിനയിലും മല്ലിയിലും ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഞാനിട്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുള്ള പേസ്റ്റാണ്. പിന്നെ ജസ്റ്റ് റെഡ് കളർ ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാനിവിടെ ആക്കിയതാണെന്നല്ല, മറ്റേ പാക്കറ്റ് ഇട്ടതല്ല, അതൊരു ഫ്ലേവർ വാങ്ങില്ല. പിന്നെ മന്തി മസാലയും കൂടി അത് പാക്കറ്റാണ്. പിന്നെ സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിൽ അതിന് മുമ്പ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫസ്റ്റ് തീ കൂട്ടിയിട്ട് വെക്കുക, പിന്നെ കുറച്ചിട്ട് വെക്കാം. അങ്ങനെ പിന്നെ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ ഒരു മനസ്സമാധാനത്തിന്, അല്ലാതെ വേണമെന്നൊന്നുമില്ല, ഇല്ലാതെ തന്നെ ചെയ്യുന്നതിലുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ചോറ് അരമണിക്കൂർ അരി ബസ്മതി റൈസ് കുതിർത്തശ്ശേരി എല്ലാവർക്കും അറിയാമല്ലോ. അതല്ല പിന്നെ അതിലത്തേക്ക് ഇട്ടിട്ടുള്ള ഇടി, കുരുമുളക്, ജാതിക്ക, കറുവപ്പട്ട അങ്ങനെ ഇട്ടിട്ടുണ്ട്. അധികം മസാല വേണ്ട, അങ്ങനെ കുറച്ച് മസാല അധികമെങ്കിലും മന്തീൻ്റെ ആ ഒരു ടേസ്റ്റേ പോകുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഇടലില്ല, ഇടുന്നാളുണ്ടാവും. പിന്നെ അരി ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ച് കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇടാം. ബാക്കി വീഡിയോ എൻ്റെ മിസ്സായി പോയി. അപ്പോൾ അത് പിന്നെ ചിക്കൻ പീസ് എടുത്തിട്ടായിട്ട് ആ മസാലയിലേക്ക് ചോറിടുക, പിന്നെ കുരുമുളക് പൊടി ഇടുക, പിന്നെ ചോറിടുക, പിന്നെ ചിക്കൻ പീസ് വെച്ചിട്ടായിട്ട് പുക ഇടുന്നതാണ്. അപ്പോൾ മന്തി റെഡി. അപ്പോൾ ഇത്ര തന്നെ ഉള്ളത്. ഇത് മോനിക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്താൽ പിന്നെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യാറുണ്ട് ടൈമുണ്ടായിട്ട്. അത്രയും